വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ അതിൻ്റെ 1ാമത്തെ പാർട്ടാണ്. നിങ്ങൾ ആദ്യത്തെ 4 ചാപ്റ്റർ എഴുതിയെടുത്ത് പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്ക് കിട്ടിയെന്ന് കരുതുന്നു കേട്ടോ. ഇത് 5ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഞാൻ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് മുമ്പേ നമുക്കൊരു ഇച്ചിരി ഒന്ന് വായിച്ചിട്ട് പറയാം കേട്ടോ. നോക്കിക്കേ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഡോക്ടർ BR അംബേദ്കർ. ഇദ്ദേഹം ആരാണ്, എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ് മുകളിൽ തന്നിരിക്കുന്നത്. അദ്ദേഹമാണ് കുഞ്ഞുങ്ങളെ ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം 1949 നവംബർ 25 ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലെ കുറച്ച് വാക്കുകളാണ് നമുക്ക് ഈ മുകളിൽ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ കാണാതൊന്നും പഠിക്കേണ്ട കേട്ടോ. അദ്ദേഹം പറഞ്ഞത് സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. നമ്മളെല്ലാവരും ഒരേപോലെയാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ കളറിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പേരിൽ എന്തെങ്കിലും ഇതുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. നമ്മളെല്ലാവരും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് അദ്ദേഹം ഈ വാക്കുകളിൽ പറയുന്നത് കേട്ടോ. അടുത്തത് നോക്കിക്കേ, ബോക്സിനകത്തിൽ 2 പേരുടെ പടം കണ്ടോ കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? ഭരണഘടനാ നിയമ നിർമ്മാണ സഭ അല്ലേ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡേറ്റ് ഒക്കെ നല്ലതുപോലെ പഠിച്ചോണം കേട്ടോ. ഡേറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിയമ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ നമ്മുടെ പ്രധാനമന്ത്രി ആരാ കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം അല്ലേ, ജവഹർലാൽ നെഹ്റു. 3 പ്രധാന ഉപസമിതിയുടെ അധ്യക്ഷനായിരുന്നു അന്നത്തെ കാലത്തായിട്ടോ. അദ്ദേഹം നമ്മുടെ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതിയുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ എന്ന് വെച്ചാൽ ഇതെങ്ങനെ വേണം എങ്ങനെയാണെന്നൊക്കെ അവരിങ്ങനെ രൂപീകരിച്ചുകൊണ്ടിരുന്ന വേളയിൽ നോക്കിക്കേ, 389 അംഗങ്ങളുണ്ടായിരുന്നു. നോക്കണേ, അതിനകത്തിൽ മൊത്തം എത്ര പേരാ? 389 അംഗങ്ങളുണ്ടായിരുന്നു ആ സഭയിൽ. 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാന്നൊക്കെ അറിയാവേ, 1947 നമുക്ക് സ്വാതന്ത്ര്യലബ്ധി ശേഷം 299 അംഗങ്ങളായിട്ട് അതിനെ അങ്ങ് പുനഃസംഘടിപ്പിക്കപ്പെട്ടു. മൊത്തം എത്ര ഉണ്ടായിരുന്നു നിങ്ങളെ? 389 ഉണ്ടായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അപ്പോൾ അതിനുശേഷം ഇതെന്താ 299 പേരായിട്ട് അങ്ങ് തീരുമാനിച്ചു. ഫിക്സ് ഇത്രയും പേരാണെന്നങ്ങ് തീരുമാനിച്ചു, പുനഃസംഘടിക്കപ്പെട്ടു കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നോക്കണേ, ഇത് നോക്കണമെന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ എല്ലാ പൗരന്മാർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തുടക്കത്തിൽ എന്തൊക്കെയാണ് നിങ്ങളെ പറയുന്നത്? അതൊരു ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കിയേ? നീതിയെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കും, നമുക്ക് എല്ലാ സിറ്റിസണും കേട്ടോ, നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും പൗരർക്കുമായിട്ട് ഇത് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അങ്ങ് എഴുതാം അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ എന്തിനെക്കുറിച്ചൊക്കെയാവും നിങ്ങളെ പറയുന്നത്? നീതി അല്ലേ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ എല്ലാ പൗരന്മാർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ
ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും ഓരോ പൗരരും പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഈ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളും ഈ പാഠഭാഗത്തിൽ നമ്മൾ കൂടുതൽ ഇനി അങ്ങോട്ട് അതിനെക്കുറിച്ചാണ് നിങ്ങളെ പഠിക്കുന്നത്. എന്താണ് ഈ അവകാശങ്ങൾ അല്ലേ? റൈറ്റ്സ്, മലയാളം എന്താ, ഇംഗ്ലീഷ് എന്താ പറഞ്ഞാൽ റൈറ്റ്സ്. അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നതൊന്നും നോക്കാനാണ്. നോക്കൂ നിങ്ങളെ, ഇവിടെ 2 കുട്ടികളും ഉണ്ട്, ഒരു ടീച്ചറും. ടീച്ചർ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അത് ഞങ്ങളുടെ അവകാശമല്ലേ? ആ കുട്ടി ചോദിക്കുക. ടീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വന്ന് സംശയങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? അതെല്ലാം എന്താണ്? അവരുടെ അവകാശങ്ങളാണ് അല്ലേ? അത് അങ്ങനെ ഞങ്ങൾ സെമിനാറിൽ കേട്ടു ടീച്ചറെ, അത് ഞങ്ങളുടെ അവകാശമല്ലേ എന്ന് വന്ന് ഈ ടീച്ചറോട് ചോദിക്കുന്നതാണ്. അപ്പം മറ്റേ കുട്ടി പറയുക, ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞല്ലോ ടീച്ചറെ. അപ്പോൾ ടീച്ചർ ശരിയാവും ഞങ്ങളെ, ഇവയൊക്കെ രാഷ്ട്രം ഭരണഘടനാപരമായി എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളവയാണ് കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ അവകാശങ്ങളല്ല, റൈറ്റ്സ്, ആദ്യത്തേൽ എന്താ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്താണ് പറഞ്ഞത്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അല്ലാതെ വാരി വലിച്ചൊന്നും അറിയണ്ട. അതുകൊണ്ട് ഇത് ഇവിടെ എന്തൊക്കെ 3 എണ്ണം, പിന്നെ അടി ബോക്സിൽ കിടക്കുന്ന ഡേറ്റും ആൾക്കാരുടെ പേരും ഒക്കെ ഒന്ന് പഠിച്ചോണേ. പിന്നെ ഇന്ന് നമ്മൾ പറഞ്ഞത് അവകാശങ്ങളെ കുറിച്ചാണ് അല്ലേ? നോക്കിക്കേ, അവകാശങ്ങൾ എന്നാൽ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ. എന്താണ് അവകാശങ്ങൾ കേട്ടോ? വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റാണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ എന്തെങ്കിലും അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും അവർ പറയുന്നുണ്ട് കേട്ടോ, ഉറപ്പ് നൽകുന്നുണ്ട്. ഇതാണ് റൈറ്റ്സ്, നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ മനുഷ്യ അവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സുകൾ നോക്കൂ നിങ്ങളെ, മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയവ വിവേചനങ്ങളേതും ഇല്ലാതെ അന്തസ്സുറ്റതും അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായിട്ട് മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അടുത്ത മൗലിക അവകാശങ്ങളോട് നോക്കൂ നിങ്ങളെ, നമുക്ക് എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെയും അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശമാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ തന്നെ ഇത്, രണ്ടാമത്തെ അവകാശങ്ങൾ റൈറ്റ്സുകൾ എന്തെല്ലാമാണ്, മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതാത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങളെ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? 1946 ഡിസംബർ 6-നാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇനി അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, എന്തോ നിങ്ങൾ ഈ അവകാശങ്ങൾ, റൈറ്റ്സ് എന്ന് വെച്ചാൽ മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. നമ്മുടെ സമൂഹം, സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അംഗീകരിക്കുക. റൈറ്റ്സ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി എന്ന് വെച്ചാൽ അവകാശങ്ങൾ സമൂഹം അംഗീകരിക്കേണ്ടതുണ്ട്. ദീസ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ത്രൂ ലോ. നിയമങ്ങളുണ്ടല്ലോ, ഇവ രാഷ്ട്രം, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്.
മൂന്നാമത്തെ എൻഷുറിംഗ് റൈറ്റ്സ് ടു ഇൻഡിവിജ്വൽസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം. വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം അങ്ങ് എഴുതിയെടുക്കുക. അവകാശങ്ങൾ എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ ആൻസർ ആയത് കേട്ടോ. എന്താണ് അവകാശങ്ങൾ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ഈ 3 സെൻറ്റൻസ് എഴുതേണ്ടത്. ഓക്കെ ആണോ? അടുത്ത 5ാമത്തെ ചോദ്യം. നെയിം ദ ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ കുഞ്ഞുങ്ങളെ? നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു ആരാ? ആ പടം തന്നെ ഉണ്ട്, ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഇനി ദ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതാ? ആർട്ടിക്കിൾസിൻ്റെ മലയാളം അനുച്ഛേദം കേട്ടോ. ആർട്ടിക്കിൾസ് 36 to 51 ഓഫ് പാർട്ട് 4 ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് ഇത് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഇപ്പം നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണ്? ദെയർ ആർ സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദാറ്റ് ആർ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ദെയർ ആർ എസെൻഷ്യൽ ടു ദ ഡിഗ്നിറ്റി, ലിബർട്ടി ആൻഡ് survival of citizen in a democratic system. Fundamental rights are such rights recognized, protected and enforced by state. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് അതിൻ്റെ മലയാളം നോക്കിയോ നിങ്ങളെ? അന്തർദേശീയ തലത്തിൽ മനുഷ്യ അവകാശങ്ങൾക്കായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പം നമ്മൾ അവകാശങ്ങൾ എന്നാൽ എന്തെന്ന് പഠിച്ചു, മൗലിക അവകാശങ്ങൾ എന്നാൽ എന്തെന്ന് പഠിച്ചു. എല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 7 എണ്ണം. 8ാമത്തത്. വാട്ട് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ലെഡ് ടു ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് നയിച്ച ചരിത്ര സംഭവങ്ങൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ നാൾ വഴികൾ എന്നും മലയാളം മീഡിയത്തിൽ ചോദിക്കാം കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ നാൾ വഴികൾ ഏതെല്ലാം? അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റുകൾ കേട്ടോ, ചരിത്ര സംഭവങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മുടെ ടെസ്റ്റിൽ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് മൗലിക അവകാശത്തിൻ്റെ നാൾ വഴി. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയത്തിൻ്റെ അതിൻ്റെതായ ആ മഞ്ഞ ബോക്സ് അങ്ങ് പഠിക്കട്ടെ. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? മാഗ്ന കാർട്ട എന്നാണ്. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തത് മാഗ്ന കാർട്ട. ഡേറ്റ് നല്ലതുപോലെ പഠിക്കണം. 1215 ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇൻ ദ വേൾഡ് ടു റെഫർ ടു ദ സിവിൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. പൗര അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഒരു മാർഗിനും ചോദിക്കാം, മാഗ്ന കാർട്ടയാണ് കേട്ടോ. ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇൻ ദ വേൾഡ് ടു റെഫർ ടു ദ സിവിൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. പൗര അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട. അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ, അതിനെക്കുറിച്ചാണ്ട് ആ നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടനിലാണ് കേട്ടോ. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് ഓരോ രാജ്യത്തെക്കുറിച്ചോ ബ്രിട്ടനിൽ അവകാശ രാജ്യങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ഒരു ആദ്യകാല രേഖയാണ് ഈ മാഗ്ന കാർട്ട. ഇവിടെ വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും, നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ മാഗ്ന കാർട്ട എന്ന് വെച്ചാൽ രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഔദ്യോഗിക പ്രമാണമാണ് ഇത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന, നോക്കണേ ഇംഗ്ലണ്ടിലെ, അതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യം കേട്ടോ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ നമ്മളെ ഈ മാഗ്ന കാർട്ട ഏതാണ്? ബ്രിട്ടനിലാണ് കേട്ടോ. ഓരോ സ്ഥലപ്പേര് ഓർത്തോണേ. ബ്രിട്ടനിലാണ് മാഗ്ന കാർട്ട. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അർത്ഥം തന്നെ വലിയ പ്രമാണം എന്നാണ്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. നമ്മളെ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവിനെ എന്ത് ചെയ്തു? ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്ന രേഖയിൽ നിർബന്ധിച്ചായിരുന്നു ഒപ്പുവെച്ചിരുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായിട്ട് അതങ്ങ് മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്
അത് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശങ്ങൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. അതും ഇമ്പോർട്ടൻ്റാണ്, ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിനകത്തിലെ മാഗ്ന കാർട്ട എന്താണെന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ, അമേരിക്കൻ അവകാശ പത്രിക, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ ഫസ്റ്റ് ഏതാ, മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് നയിച്ച ചരിത്ര സംഭവങ്ങളിൽ ഒന്നാമത്തെയാണ് കുഞ്ഞുങ്ങളെ മാഗ്ന കാർട്ട. രണ്ടാമത്തേത് അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് 1789. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശം എഴുതപ്പെട്ടത്, മറ്റേത് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് മാഗ്ന കാർട്ട. ഇതോ റിട്ടൺ ആണ്, എഴുതപ്പെട്ടത് കേട്ടോ. അതാണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതെവിടാ നോക്കിക്കേ, അമേരിക്ക. ബ്രിട്ടൻ ആയിരുന്നേ മറ്റേത്, ഇത് അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. അമേരിക്കൻ പൗരരുടെ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പം നമുക്ക് അതാണ് അമേരിക്കൻ. ഇപ്പം രണ്ടാമത് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അമേരിക്കൻ അവകാശ പത്രികയുടെ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ തരാം. അടുത്ത മൂന്നാമത്തെ, ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് വിപ്ലവമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് എ മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, അതെന്നാ 1789. ഡേറ്റ് എല്ലാം പഠിച്ചോണേ കേട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന് എന്താവും നിങ്ങൾ എവിടെ, അതും താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാ, 1789. ഫ്രഞ്ച് വിപ്ലവം 1789 നമുക്കറിയാമല്ലോ. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്ന്, സാമൂഹ്യ വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതാ, മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിൽ നയിച്ച ചരിത്ര സംഭവങ്ങൾ, ഹിസ്റ്റോറിക്കൽ ഇവൻസുകൾ. 1 മാഗ്ന കാർട്ട, 2 അമേരിക്കൻ അവകാശ പത്രിക, 3 ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, 4 ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കേട്ടോ. 8 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണേ. അടുത്ത 9, നെയിം ദ ഡേ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഡേ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ കുഞ്ഞുങ്ങളെ? നവംബർ 26 കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നവംബർ 26. 9. 10, ഐഡന്റിഫൈ ദ ഫസ്റ്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആൻഡ് വേൾഡ് ഓഫ് റെഫർ ടു ദ സിവിൽ റൈറ്റ് ആൻഡ് ലിബർട്ടീസ്. നമ്മളത് പഠിച്ചതാ. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ, ഒഫീഷ്യൽ ഡോക്യുമെന്റ് മാഗ്നയാണ് കേട്ടോ. 1215 മാഗ്ന കാർട്ട. ഭരണഘടനാ അസംബ്ലി നിലവിൽ വന്നത് എന്നാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. PSCക്കും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് നിലവിൽ വന്നത്? 1946. ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു കുഞ്ഞുങ്ങളെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? രാജേന്ദ്ര പ്രസാദ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മാഗ്ന കാർട്ട? ഈ മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ വായിച്ചതാ. എന്താ? വലിയ പ്രമാണം, ബിഗ് ഡോക്യുമെന്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹു വാസ് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ഹു സൈൻഡ് ദ മാഗ്ന കാർട്ട? മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ആരാണ്? കിങ് ജോൺ രാജാവാണ്. വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദാറ്റ് എൻഷുവേഴ്സ് ഈക്വാളിറ്റി ബിഫോർ ദ ലോ? ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താ? നമുക്ക് തുല്യത, എല്ലാവർക്കും ഒരേ ഇത്. നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കുന്ന മൗലിക അവകാശം ഏതാണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. 15 കണ്ടല്ലോ, എഴുതിയെടുക്കണേ. കൂടുതലും ഞാൻ 1 വേർഡാണ് തന്നിരിക്കുന്നത്. അടുത്ത 16, വാട്ട് ആർ ദ 2 ലീഗൽ ഡോക്യുമെന്റ് ഓഫ് റൈറ്റ് ദാറ്റ് വെയർ ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്ന കാർട്ട? ഇംഗ്ലണ്ടിൽ ഈ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ട 2 അവകാശങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞു. ഏതാ? ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും.
ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? വിച്ച് ഈസ് ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ ഡോക്യുമെന്റ് ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂവന്റ്. ഒഫീഷ്യലാണ് മാഗ്ന കാർട്ട. റിട്ടൺ ഡോക്യുമെന്റ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അടുത്ത 18ാമത്തത്, വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഇപ്പം നമ്മൾ പറഞ്ഞതല്ലേ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ. അത് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ഡിനൈൽ ഓഫ് റൈറ്റ്സ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് കൊളോണിയൽ എന്ന് വെച്ചാൽ കോളനി റൂള് ഭരണഘടന. നോക്കി കഴിഞ്ഞാൽ കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ. ഡിനൈൽ എന്ന് വെച്ചാൽ നിഷേധിക്കുക. ഡിനൈൽ ഓഫ് റൈറ്റ്സ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് കൊളോണിയൽ റൂള്, കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ. 1. 2. എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഇൻ ദ വേൾഡ്, ലോക സാഹചര്യങ്ങൾ. 3. ദ വാല്യൂ അപ്ഹെൽഡ് ബൈ ദ ഫ്രീഡം സ്ട്രഗിൾസ്, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ. 4. ഐഡിയ ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ് മൂവ്മെന്റ്. റിനൈസൻസ് എന്ന് വെച്ചാൽ നവോത്ഥാനം എന്നാണ് കേട്ടോ. മൂവ്മെന്റ് എന്ന് വെച്ചാൽ പ്രസ്ഥാനം. ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഐഡിയകൾ, ആശയങ്ങൾ. അപ്പൊ ഈ 4 എണ്ണമാണ് പഠിക്കേണ്ടത്. ചോദ്യം അറിയണേ നിങ്ങളെ. വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതെല്ലാം? 18 എണ്ണം. 19ാമത്തെ, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1789 അല്ലേ, ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് വന്നല്ലേ. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. ടെസ്റ്റിലുണ്ട് കേട്ടോ, എന്നാലും ഞാൻ ഒന്ന് അറിയാൻ വേണ്ടി തന്നതാ. വാട്ട് റൈറ്റ്സ് ബി ഗ്യാരണ്ടീഡ് ടു സിറ്റിസൺസ് ഇൻ ദ ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളിവിടെ പറഞ്ഞായിരുന്നു അല്ലേ, അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് നമ്മൾ ഈ നീല ബോക്സിൽ പറഞ്ഞതാണ്. എന്തൊക്കെയായിരുന്നു നിങ്ങളെ അവിടെ പറഞ്ഞത്? അവർ അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പത്രികയിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സിൽ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്തെല്ലാമായിരുന്നു? അവരെന്തൊക്കെയാണ് നൽകിയത് നോക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായ പ്രകടനത്തിലുള്ള അവകാശം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തുറന്ന് എന്നോട് പറയാം എന്ന് പറയുന്ന ഒരു റൈറ്റ്സുകൾ. റൈറ്റ്സ് ടു റിലീജിയസ് ബിലീഫ്, നിങ്ങൾക്ക് മതവിശ്വാസത്തിനുള്ള അവകാശം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിംസോ സിഖോ പാരിസ് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ ആ ഒരു മതത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രസ്, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം. പ്രസ്സാണേ. റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം ഏതാ? യുണൈറ്റഡ് സ്റ്റേറ്റ് ആണേ. സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം. റൈറ്റ് ടു സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോസ്പെരിറ്റി, നമ്മുടെ ജീവനും സ്വത്തിനും എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു അല്ലേ. ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം. അപ്പം ഈ 5 അവകാശങ്ങൾ അമേരിക്കയുടെയാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഇനി നമ്മുടെ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. അപ്പം തിരിഞ്ഞു പോകരുത്, ഇത് അമേരിക്കയുടെയാണ് കേട്ടോ. അപ്പം 20 എണ്ണം. അടുത്ത 21ാമത്തത്, വാട്ട് ആർ ദ മൈനോറിറ്റി ഗ്രൂപ്പ് ഇൻ അവർ സ്റ്റേറ്റ്? നമ്മുടെ സംസ്ഥാനത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതൊക്കെയാവും നിങ്ങളെ? മൈനോറിറ്റി എന്ന് വെച്ചാൽ ന്യൂനപക്ഷം എന്ന് കേട്ടോ. ഏതൊക്കെയാ നോക്കിക്കേ. ആ പേരൊന്ന് നോക്കണേ, ലിംഗ്വിസ്റ്റിക് എന്നാ കേട്ടോ. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്നാണ്. ക്രിസ്ത്യൻസ്, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, സിഖുകൾ, പിന്നെ ബുദ്ധിസ്റ്റ് എന്ന് വെച്ചാൽ ബൗദ്ധർ, ബുദ്ധിസ്റ്റ് എന്ന് പറഞ്ഞാലും ശരിയാ. അടുത്ത പാർസികളുണ്ട് കേട്ടോ, പാർസികൾ. അപ്പോൾ ഈ 5 എണ്ണം തുടങ്ങിയവ ഇനി അങ്ങോട്ടും എഴുതാം. അപ്പോൾ ഈ 5 എണ്ണവയിലും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, 5-6 എണ്ണം കേട്ടോ. ഏതാ? മൈനോറിറ്റി ഗ്രൂപ്പുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഇനി നമ്മുടെ നോക്കിക്കേ, ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ എന്തൊക്കെയാണ്? അമേരിക്കയുടെ നമ്മൾ പറഞ്ഞു അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ നോക്കുള്ളൂ. റൈറ്റ് ടു ഈക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശമുണ്ട്. അത് നോക്കണേ. ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെയാണ്. ഈ ആർട്ടിക്കിൾ ഒന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ, ടെസ്റ്റിനകത്തിലുള്ളതാണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ കേട്ടോ.
ഈ അനുച്ഛേദം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾസിനാണ് കേട്ടോ. അത് നിങ്ങൾ ഏത് ആർട്ടിക്കിൾസിലാണെന്നെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. റൈറ്റ് ടു ഇക്വാളിറ്റി ഈ ഓർഡറിൽ തന്നെ അങ്ങ് പഠി. കാരണം 14 മുതൽ 18 വരുന്നതാണ് സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ലിബർട്ടി എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് 19 മുതൽ 22 വരെ. റൈറ്റ് ടു ലിബർട്ടി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യുക. ഈ ചൂഷണത്തിനെതിരായ അവകാശം ഇത് കഴിഞ്ഞാണ് 22, 23, 24 കേട്ടോ, ചൂഷണത്തിന്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം ഇത് കഴിഞ്ഞാണ് 25-നും 28-നും ഇടയിലാണ് കേട്ടോ. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സംസ്കാരവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇത് കഴിഞ്ഞ 29, 30 കേട്ടോ. അടുത്ത റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾസ് 32-ലുമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് വേണ്ടുന്ന കാര്യമാണ്. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഒന്നാമത്തെ ഏത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചോണം. നമ്മുടെ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ, നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്തെല്ലാം? റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ്സ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. 6 വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 22 മതി, വാരി വലിച്ച് ഞാൻ തരുന്നില്ല. സോഷ്യൽ എന്ന് പറയുമ്പോഴേ ഒത്തിരി എല്ലാവരും പറയുന്നത് ഒത്തിരി പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനതുകൊണ്ട് കുറച്ച് 22 ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇത് പഠിച്ചു കഴിഞ്ഞ് ടീച്ചറെ ബാക്കി തരാം. അപ്പം നമ്മൾ ബാക്കി തരാം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കേട്ടോ. നിങ്ങളാണ് എന്നെ ഈ 5 വരെയുള്ള ചാപ്റ്ററിൽ എത്തിച്ചത്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണ്ടേ? ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.